അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് OCDനെ കുറിച്ചിട്ടാണ്. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ OCD എന്താണെന്ന് പറഞ്ഞു. OCD എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൽഷൻ ഡിസോർഡർ എന്നാണ്. ഇത് DSM-5 OCD റിലേറ്റഡ് ഡിസോർഡേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് OCD എന്ന് പറയുന്നത്. അപ്പോൾ ഈ OCD വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ഓഫ് സബ്സ്റ്റൻസ്. അത് മെയിൻലി കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ്, പിന്നെ ഇൻടോക്സിക്കേഷൻ ആൻഡ് ഡ്യൂറിങ് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുമ്പോഴുമാണ്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ OCDനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ OCD ഉള്ള ഒരു മനുഷ്യന് എപ്പോഴും ഇങ്ങനെ ഇൻട്രൂസീവും റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ തോട്ട്സിനെ അവർ സപ്രസ് ചെയ്യുന്നത് അവരൊരു റിച്വലിസ്റ്റിക് ഒരു ബിഹേവിയർ അവർ ചെയ്യുമ്പോഴാണ്. അതിനാണ് കമ്പൽഷൻ എന്ന് പറയാം. അപ്പോൾ ഈ കമ്പൽഷൻ ആക്ട് മിക്കവാറും ചിലപ്പോൾ ഹൈജീനിലാവാം, അല്ലെങ്കിൽ ഓർഡർ കീപ്പിങ്ങിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൗണ്ടിങ്ങിലാവാം, ചെക്കിങ്ങിലാവാം. അങ്ങനെ ഈ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് OCDയിലും ഇതേ സിംറ്റംസ് തന്നെ കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ മേജർ കോസൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ന്യൂറോബയോളജിക്കൽ കോസസ് ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഒരു വലിയൊരു ആസ്പെക്റ്റ് തന്നെയാണ്. പിന്നെ പേര് പറയുന്ന പോലെ തന്നെ യൂസ് ഓഫ് സബ്സ്റ്റൻസ് ഒരു വലിയ കോസാണ്. ഇനി ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ മെഡിക്കേഷൻസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ CBTയും വളരെയേറെ ഹെൽപ്ഫുള്ളാണ് ഇൻ ടേംസ് ഓഫ് തെറാപ്പി.